മറ്റൊരു സഭയാണ്. സഹോദരി സഭയായി തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഭിന്നിച്ചു നിൽക്കുന്നവർ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് നിർണായകമാണ്. മലങ്കര സഭയിലെ വ്യവഹാരങ്ങൾക്ക് 2017 ജൂലൈ 3 സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ച നാൾ മുതൽ സഭയുടെ യോജിപ്പിനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഏവരും ചിന്തിച്ചതും ആഗ്രഹിച്ചതും. പരസ്പരം ഉണ്ടായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് പരസ്പരം ഒന്നാകുന്നത് സഭയ്ക്ക് കൂടുതൽ കരുത്ത് പകരും എന്നതിൽ തർക്കമില്ല. കോടതി വിധികൾക്ക് ശേഷം ഇതിനു മുൻപും സഭയിൽ സമാധാനത്തിന്റെ മാലാക ഇറങ്ങി വന്നിട്ടുണ്ട്. അത്തരത്തിൽ എത്രയോ കാലം ഒരു സഭയായി ആരാധന നടത്തി. എന്നാൽ തങ്ങൾ മറ്റൊരു സഭയാണെന്നും സഹോദരി സഭയായി തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നും ഭിന്നിച്ചു നിൽക്കുന്നവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവർ തന്നെയാണ് ആ സഭയെ കേസുകളിലേക്ക് വലിച്ചിഴച്ചതും. അവിടെ സത്യം തെളിയിക്കേണ്ട ഉത്തരവാദിത്തം മലങ്കര ഓർത്തഡോക്സ് സഭ നിറവേറ്റി. മലങ്കര സഭ ഒരു ട്രസ്റ്റ് ആണെന്നും ആ ട്രസ്റ്റ് 1934 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്നും സുപ്രീം കോടതി ആവർത്തിച്ചു വ്യക്തമാക്കി. ട്രസ്റ്റിൽ നിന്ന് ആളുകൾക്ക് പുറത്തു പോകാം, മറ്റു വിശ്വാസങ്ങൾ സ്വീകരിക്കാം. അതിനുള്ള മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുമുണ്ട്. അങ്ങനെ ആരെങ്കിലും പുറത്തു പോയാലും ട്രസ്റ്റ് എക്കാലത്തും ട്രസ്റ്റിന്റെ ഭരണക്രമത്തിൽ നിലനിൽക്കുമെന്നത് ഈ രാജ്യത്തിന്റെ നിയമമാണ്. ഒരു സഭാംഗത്തിന് സഭ വിട്ടു പോകാം. ഏത് സംഘടനയുടെയും അംഗത്വം വേണ്ടെന്ന് വയ്ക്കാനുള്ള അവകാശത്തിനും ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ 20ാം അനുച്ഛേദത്തിനും അനുസൃതമാണിത്. എന്നാൽ മലങ്കര സഭ വിട്ടുമാറുവാൻ ഒരു പള്ളിയുടെ ഇടവക പൊതുയോഗത്തിന് ഭൂരിപക്ഷത്തിന്റെ പേരിൽ പോലും തീരുമാനിക്കാനാവുന്നതല്ല. ഒരിക്കലും ഒരു ട്രസ്റ്റ് ഉണ്ടായാൽ അത് എക്കാലവും നിലനിൽക്കും. മലങ്കര സഭ ഒരു ട്രസ്റ്റ് ആണ് എന്നും ആ ട്രസ്റ്റ് എക്കാലവും നിലനിൽക്കും എന്നതും കോടതിയുടെ അന്തിമ തീർപ്പാണ്. ട്രസ്റ്റിൽ നിന്ന് ആർക്കും പുറത്തു പോകാം, വൈദേശിക തലവന് കീഴിൽ നിലകൊള്ളാം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ മലങ്കര സഭയുടെ പള്ളികളിൽ നിന്ന് സ്വമേധയാ പിൻവാങ്ങണം. മറ്റൊരു സഭയാണ് എന്ന് പറയുകയും അതേസമയം മലങ്കര സഭയുടെ പള്ളികൾ കയ്യേറി വെച്ചിരിക്കുകയും ചെയ്യുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടുടമസ്ഥനോട് യുദ്ധം ചെയ്യുന്നതിൽ കഴമ്പില്ലല്ലോ. മലങ്കര സഭയിലെ സമാധാനത്തിന് തുരങ്കം വയ്ക്കാൻ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് വീണ്ടും ശ്രമിക്കുന്നതാണ് നിലവിലെ പ്രശ്നം. സമാന്തര അധികാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക വഴി ഒരു വിദേശ പൗരൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അപഹസിക്കുകയാണ്. അതിന് ഓശാന പാടാൻ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും പോകുന്നതിനോടാണ് മലങ്കര സഭയ്ക്ക് എതിർപ്പ്. മറിച്ച് ഏതെങ്കിലും ഒരു മതസ്ഥാപനം അവരുടെ മേലധികാരിയെ വാഴിക്കുന്നതിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പരിഭവമില്ല. പുതിയ സഭ സ്ഥാപിച്ച് ആരാധന നടത്താനുള്ള മൗലികമായ അവകാശത്തെ ചോദ്യം ചെയ്തിട്ടുമില്ല. പക്ഷേ മലങ്കര സഭയിൽ സമാന്തര ഭരണത്തിന് ശ്രമിക്കരുത്, അതിനോട് യോജിക്കാൻ കഴിയില്ല. സഭ 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം. അതിന് സമാന്തരമായി ഒരു ഭരണഘടന സാധ്യമല്ല. കാരണം മലങ്കരയിൽ സമാന്തര ഭരണത്തിന് രാജ്യത്തിന്റെ പരമോന്നത കോടതി വിരാമം കുറിച്ചതാണ്. ഇക്കാര്യം 1958 5-അംഗ ബെഞ്ചും 1995 3-അംഗ ബെഞ്ചും 2017 സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചും 2018 വീണ്ടും 3-അംഗ ബെഞ്ചും ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞതാണ്. മലങ്കര സഭയുടെ പള്ളികൾ ഏതൊക്കെ എന്ന കാര്യത്തിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതി വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. കോടതി നിയോഗിച്ച ജസ്റ്റിസ് മളിമഠിന്റെ റിപ്പോർട്ടിൽ അക്കാര്യം വ്യക്തമാണ്. 1600-ൽ അധികം പള്ളികളുടെ പട്ടിക ഭിന്നിച്ച് നിൽക്കുന്നവരാണ് കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചതും അംഗീകരിച്ചതും. സഭാ സമാധാനത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചവരാണ് മലങ്കര സഭ. എന്നാൽ യോജിപ്പിന്റെ വാതിലുകൾ മുഴുവൻ കൊട്ടിയടയ്ക്കുന്നതിൽ മലങ്കര സഭാ മക്കൾക്ക് അതിയായ വേദനയുണ്ട്. ഭിന്നിച്ചു നിൽക്കുന്നവർ മറ്റൊരു സഭയാണ് എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മലങ്കര സഭയുടെ ഭൗതിക സൗകര്യങ്ങൾ തിരികെ നൽകാൻ തയ്യാറാകണം.